നമസ്കാരം. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസായ ജസന്ത് വർമ്മയുടെ ഔദ്യോഗിക ബംഗ്ലാവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകൾ കത്തിക്കരിഞ്ഞത് കണ്ടെത്തിയതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ ജുഡീഷ്യൽ സിസ്റ്റത്തിനാകമാനം നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. അതേക്കുറിച്ച് 3 ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതോടെ സുപ്രീം കോടതി അയാളോട് രാജി ആവശ്യപ്പെടുന്നു. എന്നാൽ ജസ്റ്റിസ് വർമ്മ അതിന് തയ്യാറാകുന്നില്ല. പിന്നെ ഇംപീച്ച്മെന്റ് എന്ന ഒരേയൊരു വഴി മാത്രമേ മുന്നിലുള്ളൂ. അതിനെക്കുറിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ചില സൂചനകൾ നൽകുകയും ചെയ്തു. ഇംപീച്ച്മെന്റ് മോഷൻ കൊണ്ടുവരണമെങ്കിൽ ലോക്സഭയിലെ 100 അംഗങ്ങളുടെയും രാജ്യസഭയിലെ 50 അംഗങ്ങളുടെയും കയ്യൊപ്പോടു കൂടിയുള്ള കത്ത് അതാത് സഭാ അധ്യക്ഷന്മാർക്ക് കൈമാറണം. പാർലമെന്റിന്റെ നടപടിക്രമപ്രകാരം ഏത് സഭയിലാണോ ഇതിനെക്കുറിച്ചുള്ള പ്രസ്താവന ആദ്യം വരുന്നത്, ആ സഭയുടെ സഭാപതിക്കാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയും ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒരു നിയമകാര്യ വിദഗ്ധനുമടങ്ങിയ 3 അംഗ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം. രാഷ്ട്രപതിയുടെ ഒപ്പുമായിട്ടുള്ള വിവാദ ഉത്തരവിൽ സുപ്രീം കോടതിക്കെതിരെ ശക്തമായ പ്രസ്താവനയുമായി നിറഞ്ഞുനിന്ന ധൻഖറിന്റെ ചില രാജ്യസഭാ ടിവിയിലെ ഒരാളെ നിയമിച്ച ധൻഖറുടെ നടപടി തടഞ്ഞതും പ്രധാനമന്ത്രിക്ക് തതുല്യമായ സുരക്ഷയും എല്ലാ ഓഫീസിലും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കൊപ്പം ഉപരാഷ്ട്രപതിയായ തന്റെയും ഫോട്ടോ വയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കാതെ വന്നപ്പോൾ ധൻഖറിന്റെ ഭാഗത്തു നിന്നും ചില അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിൽ അരവിന്ദ് കെജ്രിവാളും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മുൻ കോൺഗ്രസ് സമുന്നത നേതാവുമായ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ അംഗവുമായ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നിരന്തരം സന്ദർശനം നടത്തുന്നു. ഇവിടെയാണ് BJPയുടെ ശീർഷ നേതൃത്വത്തെക്കുറിച്ചുള്ള ധൻഖറിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത്. ജസ്റ്റിസ് വർമ്മയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ കൂടിയായ ജഗദീപ് ധൻഖറും കപിൽ സിബലും പരസ്പരം അടുത്തറിയാവുന്നവരാണ്. അവരുടെ ലക്ഷ്യം 50 രാജ്യസഭാ അംഗങ്ങളുടെ കയ്യൊപ്പോടുകൂടി ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെയുള്ള ഇംപീച്ച്മെന്റിനുള്ള നോട്ടീസ് ലോക്സഭയിൽ എത്തുന്നതിന് മുന്നേ തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും അതിലൂടെ ഇംപീച്ച്മെന്റിനുള്ള കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള അവകാശം രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ ധൻഖറിൽ എത്തിക്കുകയുമായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ കപിൽ സിബലിന്റെ കുടില ബുദ്ധിയും ധൻഖറിന്റെ മൗനാനുവാദവും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഒരു സുപ്രീം കോടതി ജഡ്ജിയെയും ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും കണ്ടെത്തും. ഒപ്പം നിയമകാര്യ വിദഗ്ധൻ എന്ന ലേബലിൽ നിശ്ചയമായും അവിടെ കടന്നുകൂടുക കടുത്ത മോദി വിരുദ്ധനായ കപിൽ സിബലും കേന്ദ്രമന്ത്രിസഭയുടെ ഭാവി തന്നെ തുലാസിലാക്കാൻ പോകുന്ന ഒരു തീരുമാനമായി മാറിയേക്കാവുന്നതുമാണ്. ആ ഒരു തീരുമാനം മനസ്സിലായതോടുകൂടിയാണ് ജഗദീപ് ധൻഖറിനെ വലിച്ചു താഴെയിടാൻ കേന്ദ്ര സർക്കാർ തന്നെ ഒരു നീക്കം തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന ധൻഖറെ മുന്നിൽ നിർത്തി കപിൽ സിബൽ എന്ന ശകുനിയുടെ കുരുട്ടുബുദ്ധിയിൽ തെളിഞ്ഞ ആശയമായിരുന്നു അത്. അങ്ങനെ കമ്മിറ്റി ജന്മം കൊണ്ടിരുന്നുവെങ്കിൽ നോട്ട് കെട്ട് കത്തിയ വിഷയത്തിൽ ജസ്റ്റിസ് ജസന്ത് വർമ്മയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകി വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഏകീകൃത സിവിൽ കോഡിന്റെ ഭരണഘടനാപരമായ ആവശ്യകത എന്ന വിഷയത്തിൽ സംസാരിക്കവേ ഇത് ഹിന്ദുസ്ഥാനാണെന്നും ഭൂരിപക്ഷ ജനതയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാത്രമേ രാജ്യം പ്രവർത്തിക്കൂ എന്നും വർഷങ്ങളോളം നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗങ്ങളുടെ ഫലമായി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കുമെന്നും പറഞ്ഞതിന്റെ പേരിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ കുരിശിലേറ്റാനും അവർ ശ്രമിച്ചേനെ. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി നടക്കുകയാണ് ഇന്ത്യ മുന്നണി. അതിനുള്ള അണിയറ നീക്കങ്ങൾ കൂടി ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നീക്കത്തോടൊപ്പം നടക്കുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞ BJP നേതൃത്വം നിമിഷങ്ങൾക്കുള്ളിൽ ധൻഖറോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതോടുകൂടിയാണ് എനിക്ക് അസുഖമാണ് പ്രധാന വിഷയം, അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നു എന്ന കാരണം രാഷ്ട്രപതിയെ ധൻഖർ രേഖാമൂലം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.